വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്നൊക്കെ പറയും. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. കള്ളിമുണ്ടെങ്കിൽ കള്ളിമുണ്ട്, എറണാകുളമെങ്കിൽ എറണാകുളം, കോയമ്പത്തൂർക്ക് കോയമ്പത്തൂർ, നമ്മളപ്പോൾ വിടും. കാരണം നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടണം. ഇപ്പോൾ പോണോ എന്തെങ്കിലും സംഭവിച്ചോ ആർക്കെങ്കിലും ചോര കുളിച്ച് നടന്നോ എനിക്ക് വിഷയമൊന്നുമില്ല, അപ്പം തന്നെ വാരി എടുക്കും. ആ ഷർട്ട് മുണ്ട് 10,000 അല്ല 20,000 രൂപയായാലും ഞാൻ നോക്കൂല. പക്ഷെ ഒരു കാര്യമില്ല, ആ സമയത്ത് നമ്മൾ ആ രോഗിയെ നമ്മൾ ആശുപത്രി ജീവൻ രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെടും. ഇല്ല നമ്മൾ ഡ്രസ്സ് നോക്കി നിന്നാണല്ലോ ആ കുടുംബം നഷ്ടപ്പെടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നല്ല, ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും. എനിക്കൊരു പേടിയില്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. എന്തോരം ചോര കിടക്കണ ഞാൻ ഒരു കാരണവശാലും ഞാൻ ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നതാ ഇവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കാരണം ഇന്ന് നമ്മുടെ വണ്ടിയാണ് താരം. അതിനു മുമ്പായിട്ട് നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കാറ്റൊക്കെ നല്ല സുന്ദരമായ കാറ്റും സുന്ദരമായ മഴയും. പേടിപ്പിക്കല്ലേടാ, കുഞ്ഞുങ്ങൾ പേടിച്ചു പോയല്ലോടാ. അപ്പോൾ അതാ നമ്മുടെ നിങ്ങളെ ഇറക്കി വെക്കാന്നാ. ചേട്ടൻ എന്താ നമ്മുടെ പ്രാണിക്കും മക്കൾക്കും പാല് കൊടുക്കാനായിട്ട് വന്നതാണ്. പ്രാണിയുടെ മോൻ എപ്പോഴും കിടന്ന് ഉറക്കമായിരിക്കും. അല്ല, 4 പ്രാണിയുടെ കുഞ്ഞുങ്ങളാണ് അല്ലേ പ്രാണി. പക്ഷെ ഈ വെള്ളക്കുഞ്ഞുങ്ങൾ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അവർ ഭയങ്കര ബഹളവാ, ചോട്ടാ പിള്ളേർ അല്ല ചേട്ടാ. ചാടി ഓടുവാ. മറ്റേ അങ്ങനെ ഓടൂല, ഇത് ഭയങ്കര ഓട്ടാ. എല്ലാരും ഇറങ്ങി ഓട്ടം നോക്ക്. ഇറക്കി വിടി ചേട്ടാ, ഞങ്ങൾ ഇതിലേക്ക് ഓടട്ടേന്ന്. ഇതേ ഒരുത്തൻ അമ്മയുടെ കൂടെ പോയിരുന്ന് പാല് കുടിക്കുക. പ്രാണിയുടെ കുഞ്ഞ് നോക്കിയിരിക്കണം. നോക്കിക്കേ, അതൊരു പതുങ്ങിക്കുഞ്ഞ. പ്രാണിക്കുണ്ടായത് പതുങ്ങിക്കുഞ്ഞ. അമ്മ പാല് കുടിക്കണ മക്കളെ, നിങ്ങൾ കണ്ടില്ലേ? ഓ ചാടണ ചാട്ടം നോക്കിക്കേ. ഫസ്റ്റ് മഴയല്ല, ഓട്ടോറിക്ഷ വന്ന. അപ്പതാ ഇന്നത്തെ താരം നമ്മുടെ വണ്ടിയാണ് കേട്ടോ. വണ്ടി പൊക്കുമ്പോഴാണ് കാര്യം സംഭവിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി എന്തൊക്കെ വാങ്ങിയതാണ്. ഇല്ല, ഇന്നലെ നോക്കടാ നിങ്ങളുടെ എല്ലാവരുടെയും പരാതി തീർത്തുകൊണ്ട് ബാക്ക് ക്യാമറ വെക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പരാതി തീർത്തുകൊണ്ട് നമ്മളിതാ ഈ ഒരു കമ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിയിലെ ഡിഷ് വെച്ചേ. കമ്പി വാങ്ങിയപ്പോൾ അവന്മാരും അറിയാം ഡിഷ് തരത്തില്ലാന്ന്. ചേട്ടൻ പറഞ്ഞു ഡിഷ് ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ടാന്ന്. അപ്പോൾ അവിടെ വിൽക്കാൻ നിൽക്കണമെന്ന് പറയാം, പോയി ഡിഷ് എടുത്തോണ്ട് വാടാന്ന്. അപ്പോൾ നമ്മൾ പാത്രം എല്ലാം കഴുകി ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ആദ്യമേ അവൻ പറയും ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടാമൻ പറയും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേണ്ട. അപ്പോൾ പാത്രം എല്ലാം കഴുകിയിട്ട് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഊറി സെറ്റായിട്ട് അതിനകത്ത് ഇരുന്നോളും. പിന്നെ നമുക്ക് എടുത്ത് സ്റ്റാൻഡിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അതാ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇറങ്ങും എന്തൊക്കെയാണെന്ന് പറയൂ. അരി ആദ്യം എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. അതെന്നാ ചേട്ടാ?
നമ്മളാ ഇത് ഈ സ്റ്റാൻഡ് എടുത്ത് അതങ്ങോട്ട് മാറ്റി വെക്കാം. അതെന്നാന്ന് പിന്നെ കാണിക്കാം. അതങ്ങോട്ട് എടുത്ത് വെക്കാം. അരി നോക്കിയെടുക്കണേ. 15 കിലോ അരിയാണ് നമ്മൾ വാങ്ങിയത്. സദ്യാവടിയരി കിലോ 60 രൂപയുടെ അരിയാണ്. സദ്യാവടിയരി നമ്മൾ എന്തൊക്കെയാ വാങ്ങിയത് നമുക്ക് നോക്കിയാലോ. ചെറുപയർ അതൊക്കെ ഇറാ. പഞ്ചാര ഇവിടെ പഞ്ചാരയുടെ കൂടുതലാ. എനിക്ക് ഞാൻ കുറയ്ക്കണം എന്നൊക്കെ ഓർത്ത്. പിന്നെ ഓർത്ത് എന്താ കുറയ്ക്കാൻ. ഉണക്കമുളക് 2 എണ്ണം ഉണ്ടടാ. കടല കടല പിന്നെ കടല ഉക്കോ പിന്നെ ഗരം മസാല അതിന് 2 എണ്ണം ഉണ്ട്. മഞ്ഞൾപ്പൊടി അത് മല്ലിപ്പൊടിയാ. മഞ്ഞൾപ്പൊടി പറഞ്ഞ എടുത്തായിരുന്നു. മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ പൊടി പിന്നെ ഫിഷ് മസാല 2 മീറ്റ് മസാല 2 പിന്നെ സോപ്പ് എക്സോടെ അതുപോലെ ശരിയോ. ഇട്ടോ വച്ചോ. ഉറുമ്പും പൊടി അത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വാങ്ങിയത്. പ്രത്യേകിച്ചൊന്നും നമ്മൾ അഡീഷണലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആർഭാടമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അടുത്തത് ഫിഷ് മസാല. അത് ആ കൂടെ ഇടാന്നല്ലായിരുന്നു. കരിപ്പെട്ടി ശർക്കര. ജാഗിരി അല്ല ജാഗരി. മുളക് പൊടി. കാശ്മീരി ചില്ലി അല്ലാത്ത ചില്ലി. കാശ്മീരി ചില്ലി 2 എണ്ണം ഉണ്ടല്ലോടാ. കടുക് കുഞ്ഞിതാ എടുത്തത്. പപ്പടം മോളി വെക്കണ്ട, അല്ലെങ്കിൽ അറിയൂല സാധനം കേടായി പോവും. എള്ള ഈ പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇടാൻ നല്ല പഴംപൊരി. പിന്നെ അതെ നല്ല മഴ വന്നിട്ട് വേഗം എടുക്ക. ഈ എള്ളില്ല ചേട്ടാ, ഈ മുറുക്കുണ്ടാക്കുമ്പോ നല്ലതാ. അത് ആൻസിന്റെ സാധനങ്ങൾ. അത് അവൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റുന്നത്. ചിക്കൻ മസാല. അത് അതേപടി കൊണ്ടോ. അത് വേറെ പാത്രം ഉണ്ട്. അത് നേരെ അങ്ങ് അതിനകത്തേക്ക് ഇറക്കി വെക്കാനാ. ടിഷ്യൂ അതവൻ്റെ. ടിഷ്യൂ അതിലേക്ക് ഇടണമായിരുന്നോ? ബുക്ക് ഞാനെടുത്തതാ ഈ സെമസ്റ്ററിലേക്കുള്ള നോട്ടൊക്കെ ഉണ്ടാക്കാൻ. അത് റസ്ക്. അത് ചേട്ടനാണ് എപ്പോഴും എടുക്കുന്നത് ചായ കുടിക്കുമ്പോ. അമ്മ നിന്ന് പാല് കുടിക്കുക. അതിന് പപ്പടം എടുക്കാൻ ഞാൻ പപ്പടം ഏറ്റവും മോളി വെക്കട്ടോ. ഇതേ നല്ലൊരു കാറ്റ്. ഇതേ മോളിക്കൂടെ ഒരു പക്ഷി പറന്നു പോകുന്നു. കാക്കയാട്ടോ. ഇതേ മാർക്കിസ്റ്റൊക്കെ പൊട്ടിച്ച് തിന്നുന്നു. ഇത് ഇങ്ങോട്ട് വെക്കുന്നിട്ട് തിരിച്ചതിനകത്തേക്ക് എടാ കുടഞ്ഞിറാ. അതാ വണ്ടിക്കകത്തേക്ക് എടുത്ത് വെച്ചേരെ. ആ ഇത് അതിന്റെ പേരെന്തോന്നായിരുന്നു? ആ കൂടിനകത്തേക്ക് വെച്ചോ. എനിക്ക് പെൻസില്. ഇത് ആൻസൂട്ടറിന് ക്യാമലിന്റെ പെൻസിൽ വാങ്ങി. വേഗം എടുക്കതേ, മഴ തന്നെ. കുട്ടികൾക്ക് ഈ പെൻസിൽ നല്ല വേഗം. സ്ക്രബ്ബർ, ഐലൈനർ. ഇതെന്തുവാടാ? ഐലൈനർ. ഒരു പാക്കറ്റ്. ഇത് ഷാർപ്നർ. ഇത് ഷാർപ്നർ കിറ്റാണ് കേട്ടോ. എത്ര? 5 എണ്ണോ? ഇത് അപ്സരയുടെ ഡ്രോയിങ് പെൻസില്. ഞാൻ എഴുതാൻ വേണ്ടി അടിക്കണം പെൻസില്. ഇത് ആൻസിന്റെ ഡിസൈൻ റൂളറാണ് കേട്ടോ. കണ്ടപ്പോൾ ചുമ്മാ വാങ്ങിയതാ.
ഈ റൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ 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 വട്ടത്തി ഉണ്ടാക്കണത്. കിറ്റ്. ഇത് സ്കൂൾ കിറ്റാണ്. ഇതിനകത്ത് പെൻസിലുണ്ട്, അതുപോലെ എറേസർ, കട്ടർ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മൾ പൊട്ടിച്ച് നോക്കണം. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇത് അറിയാത്ത പോയിരുന്നേ. ആ സ്റ്റാപ്ലർ പിന്നെ വേഗം വാരിയിട്ടുണ്ടോ? ഇന്നതുണ്ടായിരുന്നു. ഇത് സ്റ്റാപ്ലർ പിന്നല്ല, സ്റ്റാപ്ലറാ ഇത്. ഞാൻ പുരുകം വരയ്ക്കുന്ന ഇതുകൊണ്ടാട്ടോ. ബ്രൗണ്ട് ഡാസ്ലറിന്റെ ബ്രൗൺ കളറ് അതിന്റെ ഐബ്രോ പെൻസിലാണ്. ഇത് സോപ്പട്ടി. ഇത് എനിക്ക് വേണ്ടി ടേപ്പ്. ഇത് ഇവനെന്തോ ടേപ്പ് വേണമെന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിപ്പിച്ചതാ. ഇത് രണ്ടാമത്തെ സ്ക്രബ്ബർ. ഇത് സ്ക്രബ്ബർ. 2 റേസർ. അതായിരിക്കും. ഇത് ഞാൻ എടുത്തതാ. ഇത് ഞാൻ വാങ്ങിയ റേസർ. ഇത് സഫ എടുത്ത ടേപ്പ്. ഇതെന്തോ സിന്ദൂരം. അത് സിന്ദൂരം. എൻ്റെ സിന്ദൂരം കാണാതെ. ഗ്ലാസ്സെല്ലിന്റെ പേന. ആൻസ് പേന വാങ്ങിയതാണ്. ഇത് നെയിൽ പോളിഷ്. ഇത് ബുക്ക് ഒട്ടിക്കാൻ നെയിൽ സ്ലിപ്പ്. ഇത് കിറ്റിൽ എന്താ നോക്കണേ. ഇത് 2-3 നെയിൽ സ്ലിപ്പ്. നെയിൽ പോളിഷ് ക്യൂടെക്സ്. ലഞ്ച് ബോക്സ്. ഇത് ഞാനൊരു ലഞ്ച് ബോക്സ് വാങ്ങിയത്. നല്ല ഒതുങ്ങിയിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിനക്ക് ഇങ്ങനത്തെ ഉണ്ടായിരുന്നോടാ? ഇല്ല അല്ലേ? ഇത് സ്പിന്നർ റൈസർ. അവിടെ ഇരുന്ന് സ്പിന്ന് ചെയ്ത് വെക്കരുത് കേട്ടോ. ഇത് ലഞ്ച് ബോക്സ്. ഇത് ആൻസിന് ലഞ്ച് ബോക്സ് വാങ്ങിയതാ. ഇത് ഈ ഉള്ളു തുറന്നെടുക്കാവുന്ന മോഡലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എടുത്തേടാ വെച്ചാ, ഇങ്ങനെ എടുത്ത അതിൻ്റെ ഇടയ്ക്ക് തിന്നാൻ പോയേക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തിന്നാൻ പോയി. ബാ നമുക്ക് ടൂൾ കിറ്റ്. അതെടുത്തോണ്ട് വരെ. ഇവിടെ ഇരിക്കെ നമുക്ക് എന്നാ നോക്കാം. ഇപ്പം തൽക്കാലം ഇതിനകത്തേക്ക് ഇതൊക്കെ വെക്കാമല്ലോടാ. ആ ടൂൾ കിറ്റ് കാണിച്ചേടാ. അതെന്നാന്ന്? ഇത് ഈ വണ്ടിക്ക് അകത്തേക്ക് വെക്കാം. ഓ ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞു പിള്ളേരെ പോലെ ബിസ്ക്കറ്റും പിടിച്ചോണ്ടിരിക്കുക. ചേട്ടൻ അല്ലാണ്ടാണ്. ദേ ചേട്ടാ, അന്യായ കാറ്റ്, മാരക കാറ്റ്, കാറ്റോട് കാറ്റ്. ആ മഴ ആ കാറ്റെടുത്തോണ്ട് പോയി അങ്ങാണ്ടേക്ക്. ആ കാറ്റിനെയൊക്കെ ഓടിക്ക് വിടുന്നു. കഷ്ടമായിപ്പോയി. കാറ്റ് പോയി കഴിഞ്ഞ് ബാക്കി ആർമേഘം പെയ്തിട്ടേ പോകത്തുള്ളൂ. പൊട്ടിച്ചോടാ. ഇത് പറിച്ചെടുക്കുന്നല്ലടാ. അതിനകത്ത് എന്നാ ഉള്ള? ഇത് അപ്സരയുടെ പെൻസിലോ? ഇത് ആരുടെ പെൻസിലാ? ഒരെണ്ണം കാണും പോലും. നമ്പേഴ്സ്. എക്സ്ട്രാ ഡാർക്ക് പെൻസില് ഫോർ ഗുഡ് ഹാൻഡ് റൈറ്റിങ്. എന്നാൽ പിന്നെ അവർക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ഫ്രീ ആയിട്ടൊരു ഇതിനകത്ത്. ഇതൊന്ന് കവറ് പൊട്ടിച്ചാളോ വച്ചാ? ഇതപ്പുറത്ത് ഇപ്പുറത്താണ്. ഇങ്ങ് പൊട്ടിച്ചേ. റബ്ബറുണ്ട്, പെൻസിലുണ്ട്. ഇത് ലബറ്. പെൻസില്. എത്ര എണ്ണം ഉണ്ടോ മോനെ? 10 എണ്ണം ഉണ്ടോ? 5 10. ഇതൊക്കെ ഒരു പെൻ സ്റ്റാൻഡ് വാങ്ങണം എന്ന് ഓർത്താ. അവിടെ മറന്നും പോയി. അവിടെ ഉണ്ടായിരുന്ന പെൻ സ്റ്റാൻഡ്. ഷാർപ്നർ. ഇത് ഇതിനകത്തുനിന്ന് കിട്ടിയതാ? അല്ല, ഇതിന്റെ ഉള്ളിൽ നിന്നാ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ക്യൂട്ടായിട്ടൊരു ഷാർപ്നർ. ഇതേ നോക്കിക്കേ ചേട്ടാ. പെൻസിൽ വെട്ടി. നമ്മുടെ വേറെ ഷാർപ്നർ ഇല്ലേ? ഷാർപ്നറിന്റെ കൂട്ടാണ്. ഇഷ്ടംപോലെ ഷാർപ്നറാ. അടുത്ത ഷാർപ്നർ. ഇതേ പെൻസിൽ വെട്ടി നല്ല രസം. ഇവിടെ നിന്ന് വെച്ചിട്ട് ഡിഷും 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 ഡിഷും. ഇവരിരുന്ന് ഭയങ്കര പോളിങ് ആണ് കേട്ടോ, ഡാൻസും കളിച്ചോണ്ട്. എന്നിട്ട് എന്നോട് വേണോന്നൊരു വാക്ക്. ഇതെന്നാ വീണ്ടും ഷാർപ്നറാ? എന്നോട് ഇന്നലെ പറഞ്ഞു എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്തത്. വീണ്ടും റൈസറാ. ഒന്നും മേടിക്കണ്ട. അല്ലല്ല, ഇനി മേടിക്കാൻ പറയണ്ട. അടുത്തത് എന്നാ? പെൻസിലിന്റെ ഈ ഭാഗം ഇല്ലേ? ഈ ഭാഗം ഇത് ഭാഗം അവിടെ കുത്തിരണം. അവിടെ കുത്തിയിട്ട് വാങ്ങിക്കണം. എന്നിട്ട് തിരിച്ചു വെക്കാൻ ചിലപ്പോൾ പെൻസിൽ ഒടിയോ ഇല്ല.
പെൻസിൽ ഒടിയാതിരിക്കാൻ. അപ്പൊ ചുരുക്കം പോലെ മനസ്സിലായല്ലോ. ഇനി അടുത്ത കൊല്ലത്തേക്ക് ഈ വർഷം സ്കൂൾ അവസാനത്തേക്ക് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. പെൻസിലേക്ക് ഒട്ടിച്ചു വെക്കണ സാധനം ഇതുണ്ടോ? ഇതെന്നാ ആ ക്രയോൺസോ? ഇതെന്നാ? ആ അത് കവറല്ലേ. ഈ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കണോ? അവിടെ സ്കേറ്റ് ഷൂ വരെ ഉണ്ട് റേസർ. തീർന്നോ? അതെന്നെ അടി കിടക്കണേ. ഇത് ക്രയോൺസ്. ഓ അപ്പൊ തിരിച്ചിട്ടോ. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പെൻസിൽ വെട്ടി, എനിക്ക് ആ റേസർ ഇഷ്ടപ്പെട്ടു. കട്ടർ എന്ന് പറയും, ഷാർപ്നർ എന്ന് പറയുവോടാ. ഷാർപ്നർ എന്നാ? പെൻസിൽ വെട്ടി എന്ന് പറയും. ഇതന്നെ ഷാർപ്നറും. ദേ കാറ്റ് നോക്കിക്കേ മനുഷ്യന്മാരെ, നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഇതോ വാഴയൊക്കെ കിടന്ന് ഇളകി ആടുന്ന്. വാഴ 2 കണ്ടില്ലെങ്കിൽ ആരെങ്കിലൊക്കെ കണ്ടോ? നീ കണ്ടോ? വാഴ 100 അതിപ്പോ വാഴ 2 എന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്ന് 2ാമത്തെ വാഴയിലേക്ക് നോക്കിയാൽ മതി. വാഴ 2 എന്നാ എടാ പോളിങ്. പിന്നെ ഞാനിത് കാണിക്കാൻ നിൽക്കുവാടാ. ഇതൊരു പോളിങ് ആണല്ലോ. മൊത്തം ഇടണം അങ്ങോട്ട്. അത് 2 അതിനകത്തുള്ളതാ. അപ്പൊ അവന് ഇനി ഒരു കൊല്ലത്തേക്കുള്ള കട്ടറുമായി, പെൻസിലുമായി, പേനയായി. ഇനി ഇവന് വേണ്ടത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. അത് ബാഗ് വാങ്ങണ കൂട്ടത്തിൽ നമ്മള് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും. അവിടത്തെ ക്വാളിറ്റി നമ്മൾ ഈ മൂന്നാറേ പോകുമ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ പോകില്ലേ, തേയിലത്തോട്ടത്തിൽ പോകുമ്പോൾ ഈ തേയില കണ്ടിച്ച് ഇങ്ങനെ ഒരു ചാക്കിലേക്ക് ഇടില്ലേ, അതുകൊണ്ട് ചാക്ക് കൊടുത്താൽ മതി. അപ്പൊ എന്നാ പറയാ, ചാക്കല്ല, അതിന് വേറൊരു പേരുണ്ട്. അതാകുമ്പോ തോട്ടത്തിട്ട് പോവുകയും ചെയ്യാം. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. നനയണോ ഇങ്ങോട്ട് വെക്കാം. ഇത് ഈ പൊടിയല്ല കാറി പോകൂടാ. ഇങ്ങോട്ട് എടുത്തു വെക്കടാ. അതിനകത്തേക്ക് കയറ്റി വെക്കടാ. കാറിപ്പോ ഇവനാര്? എടാ നല്ല മഴ. അപ്പൊ അത് എല്ലാവരും അയ്യോ അരിയായിരുന്നു ആദ്യം മാറ്റേണ്ട. അരി പൂത്തു പോയാ പോയി. 15 കിലോ ഞാൻ ഒറ്റ കയ്യിൽ പോക്കില്ല. 15 കിലോ ഒറ്റ കയ്യിൽ ഞാൻ അങ്ങോട്ട് വീടല്ലേ. എടാ അങ്ങ് അതിനകത്തേക്ക് കയറ്റി വെക്കടാ. വണ്ടിയുടെ താക്കോല് ദേ കിടക്കുന്ന. വണ്ടിയുടെ താക്കോല് ഓക്കെ ചെയ്തു. അത്യാവശ്യം ഒരു നല്ലൊരു മഴ. ആ കാറ്റില്ലായിരുന്നെങ്കിൽ സൂപ്പർ മഴ പെയ്തേനല്ലേ ചേട്ടാ. വലിയ കുഴപ്പമില്ലാത്ത മഴ പെയ്യുന്നുണ്ട്. പക്ഷെ കാറ്റ് വന്നില്ലായിരുന്നെങ്കിലേ ചേട്ടാ. അല്ലേ ചേട്ടാ? ഈ മഴ പെയ്യുമ്പോ ഫാനോ? എന്നത്തിനാ? അപ്പൊ അതെ ആൻസ് കുട്ടന്റെ ഡ്രോയിങ് ആണ് കേട്ടോ. ഇതിന്റെ മുഖം നിറച്ച് മുടിയുള്ള മനുഷ്യനോ? കക്കാശിയോ? കക്കിറച്ചിയോ? ഇതായിരുന്നു നീയോ? ഇത് കണ്ടിട്ടുണ്ട് വേറെ വല്ലാന്ന് തോന്നൂലോടാ. ഇതെന്നാടാ കണ്ണീന്ന് ചോര ഒഴുകുന്നു. ഇതൊക്കെ പുതിയ പടങ്ങളാണ് കേട്ടോ. കറണ്ട് പോയോ? അടുത്ത ഡീമൻ ഗോസ്റ്റോ? ഇതാരാ? ഈ കണ്ണ് മൂടിക്കെട്ടിരിക്കുന്നത് ആരടാ? അത് കാന്താരിയുടെ ബ്രദറ് ജോജോയോ? ഇതെന്നാടാ മോഹം എല്ലാം ചപ്പിക്കുട്ടിന്. ഇതേതോ ഒരുത്തിന്റെ മോഹം എല്ലാം അങ്ങടെ ചുറ്റിയേക്ക് അടിച്ച് പരത്തി വെച്ചിരിക്കുന്ന മോഹം നിറച്ച് ചോര.
അതിനെ പൂച്ചയ്ക്ക് കയ്യും കാലും വെച്ചതോ? പ്രാണിയാണോടാ ഇതോ? ഡൂറിമോ കണ്ട പടത്തിന്ന് ഇറങ്ങി വന്ന് നിന്നെ ഇടിക്കൂടാടാ. എന്തായാലും സ്വർണ്ണ കളർ മുടിയൊക്കെ ഉള്ള ചെറുക്കൻ നരൂട്ടോ ഇങ്ങനെ പൂച്ചയുടെ മോനാണോടാ? ഇത് ഏതവനാടാ ഈ ഫ്രീക്കൻ? ഗോക്കുവോ? തേങ്ങയാണ് വാടിയിരുന്നത്. ബോംബെക്കടെ വെച്ചങ്ങ് തേക്ക് 1ാം ക്ലാസ്സിലെ കൊച്ചങ്ങൾക്ക് ഇരിക്കണോ? ചേട്ടാ ഇടിവെട്ടി ചത്തു പോകും ചേട്ടാ, എനിക്ക് പേടി. ചേട്ടാ നമുക്ക് കയറിപ്പോൻ ചേട്ടാ, എനിക്ക് പേടിയാ. ബാ അങ്ങനെ അതേ ഒരു പെങ്കൊച്ചിത്രം നേരം കണ്ടു കഴിഞ്ഞപ്പോ ഇത് പെണ്ണാണോടാ? എനിക്കറിയില്ല, അവനറിയാൻ പാടില്ല. അവനല്ല കണ്ടുള്ളൂ. രാജീവ് റോയോ? താജീറോ. ആ ഇതെന്തോന്ന്? ഇതായാലും മൗഗ്ലിയുടെ കുഞ്ഞമ്മയുടെ മോനാ? അല്ല, ഗാര് അത്. ഇത് സൂപ്പർ സൈൻ വെജിറ്റ. ഈ മുടിക്കാണ് പറയണത് സൂപ്പർ സൈൻ. ഇതാ ഓൾമൈറ്റ്. ഇത് നിന്നെ പോലെ ഉണ്ടാ മോഹം കണ്ട? ഏകദേശം നിന്നെ പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അംബാസഡർ കാറിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുമ്പാണോ പുറകാണോ? ബൊലീറ ജീപ്പിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ ഇത് ഏതോ ഒരു ചെറുക്കൻ. ഇവന് എപ്പോഴും ടെൻഷനോ ദേഷ്യമൊക്കെ അവന്റെ മുഖത്ത്. എന്തോ ഒരു വൈറ്റ് ക്ലബ് ആർക്കാടോ. ഇത് ഇപ്പോഴത്തെ ഫ്രീക്കനായിരിക്കും. ഇത് ഒരു കാറാണ് ഇവൻ പറഞ്ഞത്. ഇത് വേറൊരു അയ്യോ ചൂട്ട് പോയി. ഇതിന് നിന്റെ ഷേപ്പ് ഉണ്ടാ? നീ ഇതുപോലെ ഇരിക്കണേ. നിന്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ചെറുക്കനാ ഇതില്ലേ? അവന്റെ അച്ഛനാ അത്. എന്നിട്ട് അവനേക്കാളും പ്രായം കുറവ് ഇവനാണല്ലോ. അത് കുഞ്ഞിന്റെ ഫോട്ടോ. അവിടെ ഒരാൾ ആ സമയത്ത് നിന്ന് പോളുന്ന. അത് ഇന്നലെ വാങ്ങിയത് ഒലീവിന്റെ കായ ഇരട്ടിക. അത് ചിത്രം പാതി വഴിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതാണ് അവന്റെ പടം. ആ ഒലീവങ്കാ ഒരെണ്ണം കൊണ്ടുതരാം. അവിടെ കൊണ്ടുവന്നേടാ. അത് ആൾക്കാർ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കട്ടെ. ഒലീവിന്റെ കായ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹൃദയാരോഗ്യത്തിന് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. കാൽസ്യം കൊണ്ട് സമ്പന്നമാണ്. അങ്ങനെ ഏതാണ്ടൊക്കെ കൊണ്ട് സമ്പന്നമാണ്. ഞാൻ 2 വർഷം 3 വർഷം എടുത്ത് കഴിച്ചോട്ടെ. ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തു, പക്ഷെ ഉപ്പായി പോയി. തന്നടാ തിന്നാൻ പറഞ്ഞ ബി.പി കൂടുതലാ. ഞാനൊക്കെയാണെങ്കിൽ പിന്നെ ഓക്കെ വന്നു എടുക്കാനായിട്ട്. എന്നാലും ഒരു കാര്യമുണ്ട്. ഞാൻ തന്നില്ലെങ്കിൽ മോശമല്ലേ? ഇന്നലെ ഞാൻ ഒന്നും തന്നില്ല. ചേട്ടനെ കാണാവേ എല്ലാവർക്കും പാവം തോന്നുന്നു എന്നൊക്കെയാ പറയണ. അങ്ങോട്ട് നോക്ക. ചേട്ടനെ കാണുമ്പോ എല്ലാവർക്കും പാവം തോന്നുന്നു എല്ലാരും പറയണ. അതിനങ്ങനെ പറഞ്ഞേ? ഉണ്ണെന്ന് പറ. ഞാൻ അങ്ങനെയല്ലോ. നമ്മളെല്ലാം എല്ലാ കാര്യത്തിലും ആക്റ്റീവാണല്ലോ. ആക്റ്റീവായിട്ടല്ല, ചേട്ടന്റെ ഫേസ് ഇങ്ങനെ കൂട്ടാന്ന്. അതിപ്പോ ഞാൻ സംബരം തന്ന മോഹല്ലേ, പിന്നെ എനിക്കത് മാറ്റാൻ പറ്റുമോ? വെൽഡ് ചെയ്ത് മാറ്റാമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. ചേട്ടൻ ഭയങ്കര നിഷ്കളങ്കനാന്ന്. അത് സത്യ. ക്യൂട്ട് പോയാന്ന്. നമുക്ക് അങ്ങനെ ഒരു ഇതെന്നെ കുന്തം. അതെന്നെ സാധനം. ഡാൻസ് ഇന്നലെ വാങ്ങിയതാ. കൊറേ നാളായിട്ട് അവന് ക്രിസ്റ്റലിൽ ചെല്ലുമ്പോ ചോദിക്കുക, നെരൂട്ട കാർഡില്ല ചേച്ചി? നെരൂട്ട ഇന്നലെ അവന്
അതെല്ലാം കാണിക്കാൻ സമയമില്ല, നീ വളർത്ത. പറ, ചേട്ടനെ കണ്ടാൽ ഭയങ്കര ക്യൂട്ടാന്നാണ് ആൾക്കാർ പറയുന്നത്. ചേട്ടനെ കണ്ടിട്ട് പാവം തോന്നുന്നു എന്ന് പറഞ്ഞ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കൊരു റീൽസ് ഇട്ടപ്പോൾ പോലും ചേട്ടൻ വരുന്നുണ്ടോയെന്നാ ഞങ്ങൾ നോക്കിയെന്ന് കമന്റ് വന്നു. കാണിച്ചു തരാം. പറ ചേട്ടാ. ഞാൻ അങ്ങനെ ഒരു ഇത് മൊത്തം 158 ഇത് 150. ചേട്ടൻ അങ്ങനെ, ഞാൻ അങ്ങനെ ഒരു വലിയ ഇത് ആളല്ല, പാവമൊന്നുമല്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയും. അത് പറയും ചേട്ടൻ മുഖത്ത് നോക്കി പറയും. അത് ഒരു കാര്യമില്ല. കാരണം ഞാൻ ചെറുപ്പം തുടങ്ങി വളർന്നു വന്നത് അങ്ങനെ ആ രീതിയിലാണ് വന്നത്. എന്നോട് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നെ കാരണന്മാരെ അപ്പ ചാത്തനായ അമ്മച്ചി പിന്നെ ഒത്തിരി പറഞ്ഞ ചാത്തൻ ഭയങ്കര അപ്പ സഡൻ ബ്രേക്ക് അപ്പ കൊടുത്തരും എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കൊരു പേടി അന്നത്തെ കാലത്ത്, ചെറുപ്പമാണല്ലോ. ഇന്നത്തെ കാലത്തല്ല, ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാലുണ്ടല്ലോ തല്ല് മേടിക്കാതിരുന്നാൽ ഏറ്റവും കുറ്റം. അന്ന് എടാ ഇന്ന പണി ചെയ്യണേ, ഇന്ന പണി ചെയ്യണേ, ഇന്ന പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ പണി ചെയ്ത് തീർന്നിരിക്കണം. ഇല്ലെങ്കിൽ വഴക്ക് കേട്ടിരിക്കും. കിട്ടണ എന്തോ അത് വെച്ച് തന്നിരിക്കും. കിട്ടണ വെച്ചടിക്കുമായിരുന്നു ചാച്ചൻ. അത് സമയമുണ്ട്. അത് ചെയ്തില്ലെങ്കിലുള്ളൂ വഴക്കെന്ന് പറഞ്ഞാൽ വഴക്ക് അടുത്തങ്ങനെ നിന്ന് തന്നെ കിട്ടണ എന്തോ അത് വെച്ചടിക്കും. ചേട്ടൻ തൊഴുത്തിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് ചാച്ചനോട് സ്നേഹം കൂടുതൽ. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞ് ഉപദേശിച്ചില്ല, അന്ന് തല്ല് തന്നില്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു നിലയിൽ എത്തൂല. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അന്ന് കാരണം രാവിലെ പോകുന്നിടത്ത് എടാ മോനെ ഇന്ന പണി ചെയ്തിട്ട് ചെയ്യുക, ഞാൻ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഞാൻ ചെയ്തോളാന്ന് ചെയ്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പുറം ആ പണി ചെയ്തിരിക്കണം. കാര്യം പറഞ്ഞാൽ നിസ്സാര പണി. അന്ന് നമ്മൾ ചെറുപ്പം കേട്ടോ, നിസ്സാര പണിയുള്ളൂ. ചിലപ്പോൾ ആ ഈട്ടല പുല്ല് പറിക്കുക, അല്ല ആടിന് വെള്ളം കൊടുക്കുക, അല്ലെ ആടിന് ഇറക്കി കെട്ടുക, അങ്ങനെയുള്ള പണികളാണ്. പക്ഷേ എത്ര വയസ്സുള്ളപ്പം? ഒരു 10, 13, 14 വയസ്സ് 15 വയസ്സുള്ളപ്പോൾ. എന്നാലും നമ്മൾ തൊഴുത്തിൽ ചാണാൻ വരാനും ഒക്കെ കൂടും കേട്ടോ. ഇല്ല പശുവിനെ കറക്കൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു 10, 15 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടല്ലോ മൂത്ത ഏട്ടൻപുള്ളിയാണ് പശുവിനെ കറക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് കറക്കാം. ഞാൻ ഒരു പശുവിനൊക്കെ ഞാൻ കറക്കും. എന്ന് വെച്ചാൽ ഈ കറന്ന് വരുമ്പോൾ നമ്മുടെ കൈക്ക് ഒരു ഇത് വരും, കൈയുടെ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആടിനെ കറക്കുന്നുണ്ടല്ലോ, ആടിനെ കറന്നാൽ തന്നെ നമുക്കൊരു, എനിക്കങ്ങനെ ഇല്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അടുത്ത കൈ കൊണ്ട് കറക്കുമ്പോൾ ഈ കയ്യിൽ ഇത് പോയി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്ക് കാരണന്മാർ പറയുന്ന പണി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കാരണന്മാരെ കയ്യിൽ നിന്നൊരു സന്തോഷം, ഒരു വർത്തമാനം പറയും, അത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവനെല്ലാം ചെയ്തുണ്ട്. എന്നിട്ടാണ് ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് കളിക്കാനോ എന്തെങ്കിലും പോകുന്നത്. ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് ഓക്കെയാണ്. വഴക്കെന്ന് പറഞ്ഞ് വഴക്കായിരിക്കും. ചേട്ടൻ കരയണം എന്തിനാ? എവിടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. എനിക്ക് തോന്നണേ പിന്നെ ആര് പറഞ്ഞ? പിന്നെ ചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. തോന്നണേ വിഷമം വന്നോ? എവിടെ? അങ്ങനെ വിഷമമൊന്നും. ചെറുപ്പത്തിലെ കാര്യം ആലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ടോ? അങ്ങനെ സങ്കടമല്ല, പക്ഷെ അന്ന് നമ്മുടെ കാരണന്മാരെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഏത് പണിയും എവിടെയും ചെയ്യാനുള്ള ചങ്കൂറ്റം നമുക്ക് കിട്ടിയത്. അന്ന് പ്രശ്നം അതെനിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഇതാണ്. എനിക്കിപ്പോൾ ഏത് പണി ചെയ്യുന്നതിന് മടിയൊന്നുമില്ല. ഏത് പണി, ഇപ്പം ആടിൻ്റെ അല്ല തൊഴുത്തിൽ ചാണാൻ വാരാനായാലും ഇപ്പം എന്നാ പണി ചെയ്യേണ്ട കാര്യത്തിലായാലും ശരി, നമുക്ക് അവിടെ ചെളിയാണ്, ഇവിടെ ഇതാണ്, മറ്റ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. നമുക്കൊരു പണി ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മഴയായാലും ശരി മഴയല്ലെങ്കിലും ശരി നമ്മൾ ചെയ്തിരിക്കും. നമുക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന സമയത്ത് നമ്മൾ ഏക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റിരിക്കും. എന്തിനാ കരയണേ? എവിടെ കരയണേ? അയ്യോടിയോ, എനിക്ക് വന്നിട്ടില്ലല്ലോ. കരയണില്ലടാ. എനിക്കറിയാമല്ല,
പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് ഞാൻ ഏത് പണി ചെയ്യും. അതിപ്പോൾ ഇന്ന പണിയെന്ന് നമുക്കൊന്നുമില്ല. അതിപ്പോൾ കയ്യെ ചെളി പറ്റിയെന്ന് ഓർത്തുണ്ടോ, നമുക്ക് എന്തോ ഷർട്ടേലൊക്കെ ചെളി പറ്റി. അതൊന്നും വിഷയമൊന്നും നമുക്ക് അതൊന്നും. ഈ ഷർട്ട് എടുത്ത് ഇട്ടോ ചേട്ടൻ ഇന്നാ? എന്തോരാ കിടക്കണ ഷർട്ട്, എന്തോരാ കിടക്കണം. പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതൊക്കെ പഴയതല്ലേ, പഴയതിട്ട് പോവാ. അല്ല പിന്നെ ഞാൻ പിന്നെ എന്താണ്? അല്ല ഒരു കാര്യമില്ല. ഞാനങ്ങനെ ഒരു കാര്യം ഇപ്പം കിട്ടിയ ഷർട്ട് ഇങ്ങനെ മരണം പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്ന എനിക്ക് സ്വഭാവമില്ല. മോശപ്പെട്ടോ അപ്പം എടുക്കും, ലേറ്റിക്കിടും. ഇപ്പോൾ വാഴ വെട്ടാൻ പോവും, ചിലപ്പോൾ കറയാടും, അത് കുഴപ്പമൊന്നുമില്ല. പണ്ട് ഒരു 2-3 ബനി ടീഷർട്ട് നല്ല വിലപിടിപ്പുള്ളതാണ്. അത് അവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടാ എനിക്ക് ആ താഴത്തെ വാഴക്കള വെട്ടി ഒന്ന് വെട്ടോട്ടോ, ആ വാഴപ്പിണ്ടി അതെല്ലാം അമ്മച്ചി കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഇല്ല, ഞാനെന്ത് വാക്കത്തെടുത്ത് വാഴക്കള വെട്ടി വാഴപ്പിണ്ടി പാളയക്കളാണ് വാഴപ്പിണ്ടി വിട്ടു. വീട്ടിൽ വന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കൂളാം ഒന്നും മേടിച്ചിട്ട് 4 ദിവസം 5 ദിവസം ആയില്ല. എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ ഒരാളെ പറയാം, ഇത് ലൈസേട്ടാ ഇന്നണക്കാണല്ലോ, നമുക്കൊന്ന് ഒരു അത്യാവശ്യം നമുക്ക് ഇന്നണക്കൊന്ന് പോകണം, അല്ലെങ്കിൽ സഹായം വേണം, ഇന്നണക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷർട്ടും മുണ്ടുമല്ലേ നോക്കണേ. ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സ് നോക്കാറില്ല. ചിലവരുണ്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്നൊക്കെ പറയും. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. കള്ളിമുണ്ടെങ്കിൽ കള്ളിമുണ്ട്, എറണാകുളമെങ്കിൽ എറണാകുളം, കോയമ്പത്തൂർക്ക് കോയമ്പത്തൂർ, നമ്മളപ്പോൾ വിടും. കാരണം നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടണം. ഇപ്പോൾ പോണോ എന്തെങ്കിലും സംഭവിച്ചോ ആർക്കെങ്കിലും ചോര കുളിച്ച് കിടന്നോന്നിട്ടോ എനിക്ക് വിഷയമൊന്നുമില്ല, അപ്പം തന്നെ വാരി എടുക്കും. ആ ഷർട്ട് മുണ്ട് 10,000 അല്ല 20,000 രൂപയായാലും ഞാൻ നോക്കൂല. പക്ഷെ ഒരു കാര്യം, ആ സമയത്ത് നമ്മൾ ആ രോഗിയെ നമ്മൾ ആശുപത്രി ജീവൻ രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെടും. ഇല്ല നമ്മൾ ഡ്രസ്സ് നോക്കി നിന്നാണല്ലോ ആ കുടുംബം നഷ്ടപ്പെടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇല്ലന്നല്ല. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും, എനിക്കൊരു പേടിയില്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. എന്തോരം ചോര കിടക്കണുണ്ടെന്ന് ഞാൻ ഒരു കാരണവശാലും ഞാൻ ചേട്ടൻ ഒരാളെ രക്ഷിച്ചതല്ലേ? അല്ല, അതാ പറഞ്ഞ ഒരു 3 കൊല്ലം 4 കൊല്ലം മുമ്പാണ് ഞാൻ നോക്കണം ഇങ്ങനെ കിടക്കുക റോട്ടിൽ. ആ പുള്ളി കള്ളു കുടിക്കൂല്ല എന്നല്ല, പക്ഷെ ഓവറായിട്ട് കൊടുക്കും. പക്ഷെ പുള്ളി പറഞ്ഞ എനിക്ക് പെട്ടെന്നൊരു ഇതായിപ്പോയി, ഞാൻ വീട് പോയി. തടിവെട്ടുകാരനാണ്, റോട്ടിൽ കിടന്നു, ബൈക്ക് ഫ്രണ്ടിൽ കിടന്നു, പുള്ളി ഇവിടെ കിടന്നു. വന്ന വണ്ടിക്കാർ ഇങ്ങനെ അങ്ങ് പോകുന്നു, ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. ഒരു പെസകാഴ്ച. അപ്പോൾ വന്നു കഴിയുമ്പോൾ അവിടെ തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരും വേറെ ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു പയ്യനോട് കൂടി ഞങ്ങളെടുത്തു. ഒരു അനക്കമില്ല, എൻ്റെ മടിയിലായിരിക്കണം കിടക്കണം തല. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ, അപ്പോൾ അതിൽ ഉപരിയെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ വന്ന 2-3 ഒരു ചേച്ചിയും 2 പിള്ളേരുമാണ്. അവർ തൊടുവഴിക്ക് ഓട്ടം വിളിച്ചവരാണ് പോകാൻ വേണ്ടി. അപ്പോൾ അത് കണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെങ്ങനെയും പൊക്കോളാം, ഈ ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രിക്കാനാണ് പറഞ്ഞത്, എത്തിക്കാനാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഇതായിട്ട് ഞറക്കുറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ നല്ലൊരു ഓട്ടോറിക്ഷക്കാരൻ. പുള്ളി പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, എന്നെ അറിയും, ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒന്നും ഞാൻ പറഞ്ഞു ഒരു അനക്കോ ഇല്ലോ എന്ന് പറഞ്ഞു. നല്ലൊരു പറയാം, ആ ഒന്ന് ആ ചങ്കത്തൊക്കെ ഒന്ന് ഞെക്കുകയെന്ന് പറയും. അപ്പോൾ അന്നേരം നമ്മുടെ കൂടുതൽ തോന്നി ജയ്സേട്ടൻ അവിടെ ഇരുന്നു, ഞാൻ ഞെക്കാതെ കൊണ്ട് ഞെക്കി കഴിയുമ്പോൾ ഒരു ആശ്വാസം വന്നു. ഞാൻ പറഞ്ഞു തകതി ഇത് പോയി, ശ്വാസം പോയി, കുഴപ്പമില്ല, രക്ഷ തോന്നുന്നു. ഉടനെ മുതലക്കുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവം, ഞാൻ പറഞ്ഞു റോഡിൽ കിടന്നാന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ പേര് കൊടുത്തു. പിന്നെ പുള്ളിയുടെ അളിയൻ വന്നു വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മേത്തൊക്കെ ചേർന്ന് മുണ്ടക്കൂടെയൊക്കെ ചോരയൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ കാരണം എത്രയോ വണ്ടികൾ, വലിയ വണ്ടി പോയി, ചെറിയ വണ്ടി പോയി, ഒരുത്തരങ്ങ് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, നമ്മളെവിടെയെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം. നിർത്തിയ ആളെ ഏതെങ്കിലും രീതി എത്തിക്കാവുന്നിടത്ത് എത്തിക്കുക. ഒന്ന്, പിന്നെ നമ്മളെതിരെയും പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തമ്പുരാൻ നമുക്ക് ആരെയും വിടും. ആ ഒരു പാഠം ഞാൻ പഠിച്ചു. പക്ഷെ ഞാൻ ഇന്നാലും എവിടെയായാലും ശരി, എന്നാൽ നമ്മൾ കണ്ടില്ല, നമ്മൾ എങ്ങോട്ട് അത്യാവശ്യം പോയതല്ലേ, ഇവിടെ വെച്ച്
നമ്മുടെ മഠത്തിൻ്റെ അവിടെ വെച്ച ഒരു പെട്ടെന്നൊരു വണ്ടി തട്ടിയില്ലേ, അപ്പം നമ്മൾ നിർത്തി കോളേജിൽ കൊണ്ടുവിടാൻ പോയതാണ്. ആ ഞാൻ പറഞ്ഞു കോളേജ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ വിഷയമല്ലോ ഇത്. അപ്പം തന്നെ എല്ലാ കാര്യവും അപ്പോൾ വണ്ടിക്കകത്തിരുന്ന വെള്ളം സഹിതം എടുത്ത്. അതാ ഞാൻ അന്നേരം പറഞ്ഞത്, വണ്ടിക്കകത്ത് എപ്പോഴും 2-3 കുപ്പി വെള്ളം വേണം. കാരണം എന്തെങ്കിലും ആവശ്യം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വഴി പോകുമ്പോൾ ആ 2 കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം അപകടം സംഭവിക്കുക എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് വെള്ളം കൊടുക്കാം. അല്ലെ ഒരാൾ പെട്ടെന്ന് ഇത് ബോധം കിട്ടുന്ന വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളെ എടുക്കാം. വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? അടുത്ത കടയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും വണ്ടിക്കകത്ത് എപ്പോഴും 2-3 കുപ്പി വെള്ളം വേണം. ഇപ്പോഴാണ് ഇല്ലാത്ത, ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ വണ്ടിക്കകത്ത് വണ്ടി ഇത് വേണം. ഇപ്പോൾ വെള്ളം വിളിച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു പറയും അത് കുഴപ്പമില്ലാന്ന് പറയും. ഇവന് എത്ര നാണം. നാണം അല്ല ഞാൻ പറയാറുണ്ട് എപ്പോഴും കഴിച്ചു. എപ്പോഴും ഞാൻ പറയാറുണ്ട് വണ്ടിക്കകത്ത് എപ്പോഴും 4 ഇതിലുണ്ട്, 4 ഡോറുണ്ട്, 4 ഡോറിലും വെള്ളം വെക്കാം. ആ വെള്ളം വെച്ചിരിക്കണം. കാരണം നമ്മൾ പോണ വഴിക്ക് എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പോണ വഴിക്ക് വേറെ ആയിരിക്കും, പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ 1 കുപ്പി വെള്ളമായിരിക്കും. ആ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം ഇല്ലാന്ന് പറയുമ്പോൾ വെള്ളം അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ ഇതുണ്ട്. അപകടം സംഭവിക്കും, ഇല്ലാന്ന് എനിക്കും സംഭവിക്കും, ഇല്ലയെന്നല്ല. പക്ഷേ ചില സമയത്ത് ചില അപകടങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് എത്തിച്ചാൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കുന്നു. അവിടെ ഈ വെള്ളമുണ്ടോ വെള്ള ഷർട്ടോ വില കൂടിയ മുണ്ടോ അത് ഷർട്ടോ അല്ല നോക്കണേ. നമുക്ക് അതിൻ്റെ ചേട്ടനൊരാളെ രക്ഷപ്പെടുത്തിയിട്ട് മുണ്ടിലൊക്കെ ചോരയല്ലായിരുന്നു. ഞാനത് കൂസലാക്കുന്നു. ഞാനിവിടെ ഒന്ന് പുളിയും കഴിഞ്ഞ് ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്ത് കത്തിച്ച് വെള്ളം കളഞ്ഞു. അത്ര അങ്ങനെയൊന്നും നമുക്ക് നോട്ടൊന്നുമില്ല. അതിപ്പോൾ 10,000 1000 അല്ല 2000 അല്ല 3000 രൂപയുടെ ഞാൻ പോണ വഴിക്ക് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ചപ്പിയാക്കും അത് പോയാലും ശരി, 4 വീലറും കൊണ്ട് പോയാലും ശരി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും ഇതുപോലത്തെ സംസാരങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു ഡ്രീംസ്. ബൈ.